രാവിലെ എണീറ്റത് ഇന്ന് ആകെ വിഷമമായി കേട്ടോ. കാരണം ഒരു പൂച്ചക്കുട്ടി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. എപ്പോഴും പൂച്ചക്കുട്ടി കുരുവിക്കൂട്ടുകളുടെ അടിയിലാണ് കേട്ടോ നിൽക്കാറ്. നോക്കുമ്പോഴേക്കും ഒരു കുരുവിക്കുഞ്ഞ് ചന്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതിനെ കണ്ട് സങ്കടം നോക്കി നിൽക്കുമ്പോഴാണ് മീൻകാരൻ ചേട്ടൻ വന്നത്. അപ്പോൾ അയിലയാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ അത് കറി വെക്കാമെന്ന് വിചാരിച്ചു. അത് വാങ്ങിച്ച് വെച്ചത് ഇന്ന് ലീവാണല്ലോ. അപ്പോൾ തലയ്ക്ക് എണ്ണ തേക്കുന്നതൊക്കെ ഈ ലീവ് ദിവസങ്ങളിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തലയ്ക്ക് എണ്ണ വെച്ച് തലയൊക്കെ കെട്ടി വെച്ചിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ചായ ഇല്ലാതെ പറ്റില്ല. എനിക്ക് ഡെയിലി ഒരു 2 ചായയെങ്കിലും നിർബന്ധമായിട്ടും കുടിക്കണം. അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞാൽ മീൻ കഴുകാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ചെറിയ ആളും കൂടെ കൂടിയിട്ടുണ്ട്. അവൾക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. കഴുകി വെച്ച മീനൊക്കെ നമ്മൾ പുരട്ടി വെക്കുകയാണ്. പുരട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ തേങ്ങയില്ലാത്തതുകൊണ്ട് തേങ്ങയില്ലാത്ത കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. എണ്ണയൊഴിച്ച് കടുക് വെന്തയം പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം ചെറിയുള്ളി, എനിക്ക് ചെറിയുള്ളി കുറച്ച് കൂടുതലിട്ടാൽ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ തക്കാളി ഇട്ട് നമ്മൾ നന്നായിട്ട് വഴട്ടി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി നല്ല എരിവുള്ളത് നമ്മൾ വീട്ടിൽ പൊടിക്കുന്ന മുളക് പൊടിയാണ്. അപ്പോൾ നല്ല എരിവുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് ഇട്ടോളൂ. മുളക് പൊടി ഇട്ട് നന്നായിട്ട് വറുത്തതിന് ശേഷം നമ്മുടെ അവിടെ കുടംപുളി കിട്ടിയിട്ടില്ല. അപ്പോൾ വാളംപുളിയാണ് ചേർത്തത്. വാളംപുളിയും ചേർത്ത് തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ അടുത്ത് ചീരയും മുരിങ്ങയും മുട്ടയും കൂടിയിട്ടുള്ള തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തിളഞ്ഞതും അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയിലയാണ് കേട്ടോ ഇട്ടത്. ലാസ്റ്റ് ഇത്തിരി കറിവേപ്പിലയും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒപ്പം തന്നെ ഉള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇട്ട് കഴിഞ്ഞാൽ കുറേ നേരം പിന്നെ അതവിടെ കിടക്കും. അങ്ങനെ മീനൊക്കെ വറുത്തു. കുറച്ച് ക്ലീനിങ് പണിയും കൂടി ഉണ്ടായിരുന്നത് കഴിഞ്ഞ് വന്നത് എല്ലാവർക്കും ഭക്ഷണം വിളമ്പെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് നല്ല ചോറ് മീൻ വറുത്തത് പിന്നെ നമ്മുടെ കാന്താരി മുളക് വറുത്തത് പിന്നെ നമ്മുടെ മുട്ടയും മുരിങ്ങയിലയും ഇട്ടിട്ടുള്ള തോരനും മീൻ കറിയും കൂട്ടി സുഖമായിട്ട് ലഞ്ച് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ലഞ്ച്. ബൈ.